നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 12-ാം തീയതി 1201-ാം ആണ്ട് തുലാമാസം 26-ാം തീയതി ബുധനാഴ്ച. ബുധനാഴ്ചയാണ്, നല്ല ദിവസമാണ്. ബുധൻ പ്രവൃത്തികാരകനാണ്. പക്ഷെ ഇന്നത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്, ശുഭനക്ഷത്രമല്ല. ശുഭദിനമാണ്, ശുഭനക്ഷത്രമല്ല. അപ്പോൾ ഇന്നൊരു 50-50 ഫലത്തെ തരുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മാറ്റിവെക്കുക. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ തുലാമാസത്തിലെ നമുക്ക് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു 50-50 ആണ്. പക്ഷെ തുലാമാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. കാരണം തൊഴിൽപരമായി ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്ക്, അതായത് നല്ല ജോലി കിട്ടാതെ, അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷൻ ഇല്ലാതെ, മറ്റ് ഇൻക്രിമെൻ്റ് ഒന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വിജയം വന്നു ചേരും. സാമ്പത്തിക നേട്ടം വരും, ഉയർച്ച ഉണ്ടാവും. അതുപോലെ ബിസിനസ് ആദ്യ കാര്യങ്ങൾ നടത്തി തകരാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക്, ഇപ്പോൾ പൊതുവേ ആയില്യ നക്ഷത്രക്കാർക്ക് 12-ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്, നല്ല ടൈറ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൽ വേനലിലൊരു മഴ പോലെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത വരും. അപ്പോൾ തൊഴിൽ പുരോഗതി, ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാപരമായിട്ട് വളരെ പുരോഗതി ഉണ്ടാവും. വിദ്യാഭ്യാസപരമായി നേട്ടത്തെ കൊടുക്കുന്ന സമയമാണ്. പഠിത്തത്തിൽ പുരോഗതിയും ഉയർച്ചയ്ക്കും ഒക്കെ ഇടവരുന്ന കാലഘട്ടം. അതുപോലെ ഉപരിപഠനം, പുറത്തൊക്കെ പോയി പഠിക്കാനും ഒക്കെ നിൽക്കും. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അത് ടീച്ചർമാരായാലും ശരി, അവർക്ക് നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് നല്ല പോലെ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ ശോഭിക്കുന്ന സമയമാണ്. പത്രപ്രവർത്തകർ, അതുപോലെ മറ്റ് മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം. ഇന്ന് നമ്മൾ ഓരോ നല്ല സമയം, ഒരു മധ്യമമായ സമയമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം രാവുകാലം നോക്കി, രാവുകാലം ഉച്ചയ്ക്കാണ് വരണത്, 12 തൊട്ട് 1:30 മണി വരെ. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് രാവുകാല സമയത്ത് ശുഭയാത്രയ്ക്ക് പാടില്ല. ശുഭകാര്യങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ സമയം ഒഴിവാക്കുക. 12:09 തൊട്ട് രാവുകാലം തുടങ്ങും. 1:35 വരെ ഉള്ളൂ. ചെറിയ വ്യത്യാസം, 9 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികകാല സമയം വരുന്നത് 10:42 തൊട്ട് 12:09 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 7:48 തൊട്ട് 9:15 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:45 തൊട്ട് 12:33 വരെയാണ്. ഇതിനെ ഇടയ്ക്ക് വെച്ച് ഒരു 4 മിനിറ്റ് മാത്രമേ, 48 മിനിറ്റിൽ 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. അത് 12:07 തൊട്ട് 12:11 വരെ. ഈ 4 മിനിറ്റ് ഒഴിച്ച് ഈ 44 മിനിറ്റും നമുക്കെടുക്കാം. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ രാവുകാല സമയമൊക്കെ അഭിജിത്ത് മുഹൂർത്തത്തിൽ കയറി വരുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാം. അഭിജിത്ത് മുഹൂർത്തം രാവുകാലം ഒന്നും ബാധകമല്ല. കാരണം രാവുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ യാത്ര തിരിക്കുമ്പോൾ വസ്ത്രധാരണം ശ്രദ്ധിക്കണം. പച്ച കളർ വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. പച്ച മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു പച്ച തുണി കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും. കാരണം ബുധൻ്റെ കളറാണ്. ബുധൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.